Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ കയറിയിട്ട് അങ്ങ് കുക്ക് ചെയ്യാൻ പോവാണ്. സോ ഇതൊരു ഫാമിലി കുക്കിംഗ് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. വേരെല്ലാം കൂടി അപ്പോൾ എന്നെ ചെറുക്കന്മാരെടുത്തിട്ട് ഞാൻ അന്നേരം ഇതുകൊണ്ട് പറയുകയും ചെയ്യും. അപ്പോൾ കപ്പ തന്ന ചേട്ടന്മാരെ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അമ്മ ഇവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കപ്പ ബിരിയാണിയാണ് കേട്ടോ. 2 കിലോ കപ്പയാണ് വാങ്ങിയത്. അമ്മ ഒരു ചെറിയ മുറത്തിൽ കപ്പയെല്ലാം എടുത്ത് അതിൻ്റെ പരിപാടീസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ബാക്കിയുള്ള ബീഫും കാര്യങ്ങളൊക്കെ റെഡി ആവാണ്. ഇവിടെ അങ്ങനെ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ബീഫ് വാങ്ങാൻ പറ്റത്തില്ല. ഫ്രോസൺ ബീഫാണ് കേട്ടോ കിട്ടുന്നത്. അടുക്കളയൊക്കെ കുറച്ച് നന്നായിട്ട് മെസ്സി ആയിട്ട് കിടക്കുക. ഇവിടെ നല്ലൊരു മഴ പെയ്ത് ഫ്രണ്ടിൽ കെട്ടി വെച്ചേക്കുന്ന എന്താ പറയുക ടാർപ്പയും ഷീറ്റും ഒക്കെ കാറ്റ് പറത്തിക്കൊണ്ട് പോയി കേട്ടോ. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ബഹളങ്ങളൊക്കെ കാണാം. ഒരു ചായ കുടിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാം. നമ്മുടെ മെയിൻ ഷെഫ് ഇവിടെ നിന്ന് ചായ ഊതി ഊതി കുടിക്കുന്നു കേട്ടോ. മറ്റേ ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ ഫ്രോസൺ ബീഫേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഐസ് പോലെ എന്താ പറയുക പാറക്കല്ല് പോലെ ഇരിക്കുമായിരുന്നു. കുറേ നേരം എടുത്തത് മെൽറ്റായി ഒന്ന് ഡീഫ്രൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് ചായയൊക്കെ അമ്മ ഇവിടെ എടുക്കുന്നുണ്ട്. അതെല്ലാം കുടിച്ച് സമാധാനമായിട്ട് ഒരു 2-3-4 ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് പരിപാടി അങ്ങ് തുടങ്ങുവാണേ. വല്ലപ്പോഴും ഇവിടെ നന്ദു വരാറുള്ളൂ. നന്ദു വരുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി. സോ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചിക്കനിൽ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. എനിക്കെന്തോ കുറച്ചുകൂടെ ടേസ്റ്റ് അതിനാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ എടുത്ത് നന്നായിട്ട് പൊളിച്ച് കഴുകി അതിനുശേഷം അത് മിക്സിയുടെ ഒരു ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എൻ്റെ ഒരു കുറവ് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ചെറുക്കൻ ബാഗും ബുക്കും എല്ലാം എടുത്ത് ഫ്രിഡ്ജിൻ്റെ അവിടെ ചാരിയിരുന്ന് അവൻ്റെ ഇരിപ്പിടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യുവാന്നാണ് പറയുന്നത്. പക്ഷേ അവൻ ഹോംവർക്കൊന്നും എഴുതുമല്ല. അത് ഞങ്ങൾ രാവിലെയാണ് അവരെ കൊണ്ട് എഴുതിപ്പിച്ചത്. നന്ദു വരുന്ന സമയത്തൊക്കെ അവൻ അന്ന് ഹോംവർക്ക് ചെയ്യത്തില്ല കേട്ടോ. കാരണം ഇവിടെ കുറച്ച് എന്താ പറയുക ആളും ബഹളവും ഒക്കെ ഉള്ളപ്പോൾ പുള്ളിക്കാരൻ ഈ സൊറയൊക്കെ പറഞ്ഞിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇങ്ങോട്ട് നോക്കിയേ. കഴിഞ്ഞൊരിടയ്ക്ക് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പം കപ്പ നന്നായിട്ട് വേവാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഇടിച്ചിളക്കിയെടുക്കാൻ നന്നായിട്ട് കൈവേദനിച്ചു കേട്ടോ. ഈ പ്രാവശ്യം കപ്പ ചതിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ നന്നായിട്ട് അരിഞ്ഞ് അതെല്ലാം കഴുകി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കുറേ സവോള പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം തോല് കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും തക്കാളിയും എല്ലാം എടുത്തിട്ടുണ്ട്. ഞാനൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുക്കളയിലൊരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്. സത്യത്തിൽ ഒരാൾ തേങ്ങ ചിരകുന്നു, ഒരാൾ കപ്പ ക്ലീൻ ചെയ്യുന്നു, ഒരാൾ ഞാൻ ഇവിടെ എന്തൊക്കെയോ എടുത്തും പറക്കിയും കഴുകിയൊക്കെ നടക്കും കേട്ടോ. ഭയങ്കര കുക്കിംഗ് ആയിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. അവസാനം ഇത് ഒരാൾ വന്ന് ഉപ്പിടും, ഒരാൾ വന്ന് മുളകിടും. ദൈവമേ കൊളാവൂന്നാണ് വിചാരിച്ചത്. സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ബീഫ് കുറച്ചുകൂടെ ഫ്രഷ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പക്ക ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടിയതെന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ. മസാലയൊക്കെ നല്ല കിടുക്കാച്ചിയായിരുന്നു. അപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. മെയിൻ ഷെഫ് എനിക്ക് അവിടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചോളൂ, ഒന്നിനൊരു കുറവ് വരണ്ട. കാരണം പുള്ളിക്കാരൻ കൊണ്ടുവന്നായിരുന്നല്ലോ 1.5 കിലോ വെളിച്ചെണ്ണ. ചുമ്മാതാ കേട്ടോ. അതുകൊണ്ടല്ല, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പൊടിക്കയും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഭവമൊക്കെ തന്നെ ആണേ. കുറച്ച് തേങ്ങ ചിരകിയതും കറി ലീവ്സും ഒക്കെ ഒന്ന് നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കും. ലാസ്റ്റ് നമ്മൾ അങ്ങോട്ട് ഇട്ട് ഇളക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ദമ്മൊക്കെ കയറ്റി ഒന്ന് സെറ്റാക്കി എടുക്കും. അപ്പോൾ ഉള്ളൊരു മണം ആഹാ. ഇതുണ്ടാക്കാൻ ആദ്യം പ്ലാൻ ഇട്ടത് അനന്തമാണ് കേട്ടോ. പിന്നെ ഒരാൾ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നടത്തിയെടുക്കണമെന്നാണല്ലോ അതിൻ്റെ ഒരു കിടപ്പോശം. എങ്ങനെ? അപ്പോൾ നമ്മൾ സത്യത്തിൽ ടൗണിൽ പോയിട്ട് ഈ ബീഫ് കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഫ്രോസൺ ബീഫേ കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ അത് കട്ട് ചെയ്തല്ല വരുന്നതെങ്കിൽ അത് ഏത് കാലത്ത് ഡീപ് ഫ്രീസൊക്കെ ആയി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ അലങ്കാരി ചെന്നപ്പം അവിടെ നല്ല കട്ട് ചെയ്ത ഫ്രോസൺ ബീഫ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയും നമ്മുടെ കപ്പ ബിരിയാണിയും ഒക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പ ദേ ഇപ്പുറത്തെ സൈഡിൽ അമ്മയാണ് കേട്ടോ കപ്പയൊക്കെ
ഒക്കെ വേവിച്ച് അതിൻ്റെ റെഡിയാക്കി വെച്ചത്. കാരണം എല്ലാവരും കൂടെ കൂടി അത് കുളമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരൈറ്റം അമ്മ അങ്ങ് റെഡിയാക്കി, ഒരൈറ്റം ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബസമേതം അങ്ങ് റെഡിയാക്കി. അനന്ത് വരുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന ചില എന്താ പറയുക അടുക്കളയിലെ വിശേഷങ്ങളാണിത്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ അമ്മ കുക്ക് ചെയ്യും, ഞങ്ങൾ കഴിക്കും. അതൊക്കെ തന്നെ കോമൺ ആണല്ലോ. ഈ വല്ലപ്പോഴും ഒക്കെ വരുന്ന ഒരു അതിഥി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിഥി അല്ല ശരിക്കും വീട്ടിലൊരാൾ തന്നെ, എന്നാലും നമുക്ക് അതിഥിയെ പോലെ ആണല്ലോ ആ സമയത്ത്. അപ്പോൾ ഭയങ്കര രസമാണ്. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ കല്യാണ വിശേഷങ്ങളാണല്ലോ കൂടുതൽ. ഇനിയിപ്പോൾ കല്യാണം എങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ചെയ്യണം, അത് തന്നെ വർത്താനം. എനിക്ക് തോന്നുന്നു ചേച്ചിമാരൊക്കെ ഇപ്പോഴേ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നേരം വെളുക്കുമ്പോഴേ തുടങ്ങും, ഓരോന്നും ടാഗ് ചെയ്യില്ല. ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്, ഈ സാരി എങ്ങനെയുണ്ട്, ഈ ഗൗൺ എങ്ങനെയുണ്ട്, ഈ വളയും മാല എങ്ങനെയുണ്ട്, ഇത് തന്നെ വർത്താനം. അപ്പോൾ എനിക്കപ്പോൾ അമ്മ പറയുമായിരുന്നു, അപ്പോൾ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ എന്തുമായിരിക്കും, പഞ്ചാര എണ്ണയും കുറേ ചിലവാകും. അതൊക്കെ പോട്ടെ. കഥ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഐറ്റംസ് പറയാൻ വിട്ടുപോയി. സത്യത്തിൽ ആദ്യം കുറച്ച് തേങ്ങയൊക്കെ ഞാൻ വറുത്ത് മാറ്റി വെച്ചെങ്കിലും പിന്നെ ചെയ്തത് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ല ചൂട് കപ്പയാണ് ഇപ്പോൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയത്. ആരുടെയെങ്കിലും ദേഹത്ത് വീഴുമോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. ദേഹത്ത് വീണില്ല, എന്തായാലും തറയിൽ പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കപ്പ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ അത് ഞാനായിരുന്നെങ്കിൽ എന്നെ അമ്മ ഇവിടുന്ന് നാട് കിടത്തിയേനെ അപ്പം തന്നെ. അമ്മയുടെ കയ്യിൽ കുറച്ച് പോയ കേട്ടോ. എന്തായാലും ആൾക്കാരുടെ ദേഹത്തൊന്നും വീണില്ല. അപ്പോൾ കപ്പ അവിടെ റെഡിയായി. ഈ ആളും തിരക്കൊക്കെ കൂടുമ്പോൾ നമുക്കൊരു വീട്ടിലെ അമ്മയ്ക്കൊക്കെ അങ്ങനെ കേട്ടോ, ഒരു വെപ്രാളം, എന്ത് ചെയ്യണം എന്നൊരു ഇത് കാണുമല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു 10-15 പേരുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 10,000-1,500 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. സത്യത്തിൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, അത് വേറെ കാര്യം. എന്നാലും എനിക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ് കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാനും വയറ് നിറപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, എൻ്റെ മെയിനായിട്ട് എനിക്ക് എൻ്റെ സ്ട്രെസ്സ് കുറയുന്ന ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞത് നല്ല ഫുഡ് കഴിക്കുക, കുക്ക് ചെയ്യുക, ട്രാവൽ ചെയ്യുക. ഇതെൻ്റെ അൾട്ടിമേറ്റ് എന്താ പറയുക കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഈ പ്ലാൻ ഒന്ന് മാറ്റിയായിരുന്നു കേട്ടോ. ഇനിയും ബീഫ് കറിയും കപ്പ വേവിച്ചതോ ആണോ നല്ലത്, അതോ കപ്പ ബിരിയാണി ആക്കുന്നതാണോ നല്ലതെന്ന്. എന്തായാലും കപ്പ താളിക്കാനാണെങ്കിലും ആ തേങ്ങ വറുത്തത് ഇടാം. ഓക്കെ, എന്തായാലും നമ്മൾ തീരുമാനിച്ചതല്ലേ, ബീഫ് ബിരിയാണി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബീഫ് ബിരിയാണി തന്നെ ഫിക്സ് ചെയ്ത് കേട്ടോ. ഉണ്ടാക്കി വന്ന സമയത്ത് നമ്മൾ കുറച്ച് ബീഫ് എടുത്ത് അമ്മ മാറ്റി വെച്ചു. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും നിങ്ങൾ ഇത്രയും കഴിക്കുമോ, കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് മാറ്റി വെക്കാം, നാളത്തേക്ക് കഴിക്കാം, കാരണം അമ്മയ്ക്ക് കുറച്ച് പണി കുറയുമല്ലോ. അതാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. എനിവേ മംസ് മാജിക്കിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് കറി മാറ്റി വെച്ചു കേട്ടോ. അതല്ല, അമ്മ ചിലപ്പം നാളത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അനന്തൂന് തന്നെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പണിയറിയാത്ത ഒരാൾ അടുക്കളയിൽ കയറി ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഒരു നല്ല മങ്കടയാണോ, ഇവിടെ അതിന് കണ്ണനയില എന്ന് പറയും കേട്ടോ. അവൾ അതിനിടയ്ക്ക് പറയുകയും ചെയ്തു, കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് കണ്ണനയില എന്ന് പേര് വീണേന്ന്. എന്തായാലും അവളവിടെ ഇരുന്നിട്ട് മീൻ വെട്ടുന്നുണ്ടായിരുന്നു. നല്ല പച്ച മീനായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ദശയൊക്കെ നല്ല ഉറപ്പുള്ളതായിരുന്നു. അവൾ ആ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മീനൊക്കെ വയ്യാണ്ടായി, വഴന്ന് എന്താ പറയുക, ആരാണ്ട് തല്ലി ഒടിച്ചിട്ട പോലെ ആയിപ്പോയി. എന്തായാലും അമ്മ അവിടെ നിന്ന് അത് പിടിച്ച് മേടിച്ച് ശക്തമായിട്ട് വെച്ചു. നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അവിടെ കാണാൻ പോയി ഇരുന്നാൽ മതി. ഞാൻ എപ്പോഴും എൻ്റെ ചേച്ചിയോട് ചോദിക്കും, നിനക്ക് സുഖമാണ്, നിനക്ക് ഇവിടെ എന്ത് പണിയാണ് ഉള്ളത്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ, പിന്നെ ജോലിക്ക് പോകുന്നു, വരുന്നു, ഫ്രൂട്ട്സ് എടുക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, ഹെൽത്ത് കെയർ ചെയ്യുന്നു, എന്തൊരു ലൈഫാണ് ഇതിൻ്റെ. ഞാൻ ഇങ്ങനെ ചോദിക്കും, ചുമ്മാതാട്ടോ. അവളല്ലാതുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ ഈ ഓടി നടപ്പ് കാര്യങ്ങളെല്ലാം അവളാണ് ചെയ്യുന്നത്. ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. അങ്ങനെ കൃതാക്ര അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, സകൃതകൃത എന്തേലും ആട്ടെ. എന്തായാലും നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ ഇളക്കുന്ന ഈ സംഭവത്തിന് ഈ ഒരു സ്റ്റിക്കില്ലേ, ഇതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുന്നതെന്നൊന്ന് പറയണേ. ഞാൻ എപ്പോഴും ഇതിൻ്റെ വേർഡ് ഓർത്ത് വെക്കും, പക്ഷെ ഞാൻ പറയുന്നത് തെറ്റിച്ച്. ഇവിടെ പറയുന്നത് കപ്പയും ചീനിയും ഒക്കെ ഇളക്കുന്ന തുടിപ്പെന്നോ തുടുപ്പ്, അത് തന്നെ, തുടിപ്പല്ല കേട്ടോ, തുടുപ്പ്. ഐ ആം സോറി അളിയ. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുമ്പോൾ എല്ലാം എനിക്ക് തുടുപ്പെന്നേ വരത്തുള്ളൂ, മറ്റേത് വരത്തില്ല. എന്തായാലും ഞാൻ ആ കോലെന്നാണ് പറയുന്നത്, കപ്പ ഇളക്കുന്ന കോല്. അതിൽ കൂടുതലൊന്നും ഗാംഭൂരിയൊന്നും വേണ്ടാന്ന് വിചാരിക്കും.
അമ്മ ഇവിടെ ബീഫ് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ ആവി കയറ്റി നന്നായിട്ട് എടുത്തു കേട്ടോ. നമ്മളിവിടെ കപ്പ ബിരിയാണിക്ക് വേണ്ട മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. ഗരം മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ കുറച്ച് സ്റ്റോക്ക് ആ ഒരു വെള്ളമില്ലേ അത് കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രേവി പോലെ സെറ്റാക്കി എടുക്കുക. കപ്പ ഇടുക, അങ്ങോട്ട് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. ചിലർക്ക് ഈ മല്ലിയില ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പം നിങ്ങൾ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറി ലീഫ് കൂടുതൽ ചേർത്താൽ മതി, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിവിടെ ഹോൾ സ്പൈസസ് എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ഒന്നും വേറെയല്ല, അതുകൊണ്ട് അങ്ങനെ ചേർത്തത്. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ ഇഷ്ടമാണേ. എനിക്കാണെങ്കിൽ അണ്ടകടാകടം വരെ എരിക്കുന്നതാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കൺട്രോൾ ചെയ്തു, കാരണം അതിൻ്റെയും കൂടെ ഒക്കെ കൂടിയിട്ട് എനിക്ക് തലമുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം വിറ്റാമിൻ ഡിയും ഭയങ്കര ലോയാ. അതിൻ്റെ കൂടെ ഒത്തിരി സ്പൈസി ഫുഡ് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഞാൻ എരിവ്, എന്നാലും കഴിക്കും കേട്ടോ. ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതെ, ബീഫിൻ്റെ കുറച്ച് നമ്മൾ വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടില്ല. ബീഫിൻ്റെ തന്നെ വെന്ത് വന്നപ്പോൾ ഉള്ള വെള്ളമാണ്. അപ്പോൾ അത് തന്നെ ഒഴിച്ചിട്ടാണ് ആ കറി പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് തിക്കായി വരണം. ബീഫ് ഗ്രേവിക്കകത്ത് കിടന്ന് ഒരു മസാലയൊക്കെ പിടിച്ച് അങ്ങോട്ട് ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ മറക്കല്ലേ. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ട് നല്ല പരുവത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കപ്പ ഓൾറെഡി ഞങ്ങൾ അല്ലാതൊന്ന് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. വൈ? ബിക്കോസ് നമ്മൾ ഇടയ്ക്ക് വെച്ച പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മൾ അതൊന്നും വേണ്ട, കപ്പ ബിരിയാണി തന്നെ മതി എന്ന് വിചാരിച്ചേ. ആ സമയത്ത് ഇളക്കി വെച്ചതാട്ടോ കപ്പ. ഇല്ലെങ്കിൽ നമുക്ക് ആ അരപ്പ് ചേർത്തിട്ടേ ഡയറക്റ്റ് ഈ ബീഫ് കറിക്കകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എങ്ങനെയാണെങ്കിലും നല്ലതൊക്കെ തന്നെയാണേ. കാരണം നമ്മൾ ബീഫ് കറിയും കപ്പയായിട്ട് കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ വായിലിട്ട് കഴിക്കുക. പിന്നെ അല്ലാതെ നമ്മൾ മിക്സ് ചെയ്യുമ്പം എന്താ പറയുക, ഇത് ഒന്നിച്ച് ആക്കുന്നു എന്നൊരു പ്രത്യേകതയേ ഉള്ളൂ. എനിക്ക് ഈ കപ്പയും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ അങ്ങനെ പ്ലാവില്ല, എൻ്റെ കുടുംബത്തുണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പ്ലാവിലിങ്ങനെ ചക്ക വരുന്ന കാണും. അതായത് ഇങ്ങനെ കായ്ക്കുമല്ലോ അതിൻ്റെ സീസൺ ആകുമ്പം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയാൻ, എടേ നിൻ്റെ വീട്ടിൽ പ്ലാവുണ്ടോ ചക്കയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ സാധനം കുക്ക് ചെയ്ത് കഴിക്കാം. നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ നോക്കിയാലും കാണാം, കുറേ വീഡിയോസ് അത് റിലേറ്റ് ചെയ്ത് തന്നെ ഉണ്ട്. എനിക്ക് ഹോംലി ഫുഡ് അങ്ങനെ വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പറയണ്ട, എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളൊരു 10-15,000 രൂപ കൊടുത്തിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയി കുറേ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ സന്തോഷമായിരിക്കും എനിക്കിങ്ങനെ വീട്ടുകാരത്തുള്ള മൊമെൻറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുറച്ചുകൂടെ ഹോംലി പേഴ്സണാണ്. അപ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണെങ്കിൽ അത് എന്താ പറയുക, എനിക്കൊരു 10 മടങ്ങായിട്ട് ഫീൽ ചെയ്യും. കുറേ നാളത്തേക്ക് പിന്നെ ഒരു എനർജി ബൂസ്റ്റപ്പായിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയൊക്കെയാണോ? മതിയായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടെ കഥയും പറഞ്ഞ് വർത്താനവും ഒക്കെ പറഞ്ഞുണ്ടാക്കിയ നമ്മുടെ കപ്പ ബിരിയാണി ഒരു 10-11 മണി ആയപ്പോഴത്തേന് റെഡി ആയിട്ടോ. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയതും, പക്ഷെ ഉണ്ടാക്കി എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരുന്ന് കഴിച്ചു. കുറേ നേരം സംസാരിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ല നല്ല സൂപ്പർ ഡൂപ്പർ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ, ടേക്ക് കെയർ. അപ്പോഴേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോർട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം. സോ ബൈ.